നമസ്കാരം. വെൽക്കം ടു ഗ്രോ ടോക്സ്. നമ്മളെല്ലാവരും ലൈഫിൽ നല്ല സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണല്ലേ. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പലതും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഒരു പക്ഷേ നമുക്കെല്ലാം സ്പിരിച്വൽ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കാം. എന്താണ് സ്പിരിച്വൽ ബ്ലോക്ക്? നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ബിനോയ് ജോൺ എന്നാണ്. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഹീലറാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വെൽത്ത് ബ്ലോക്ക് ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്പിരിച്വലി നമ്മളുടെ ലൈഫിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന്. ബിനോയ് സർ, വെൽക്കം ടു ഗ്രോ ടോക്സ്. താങ്ക് യു. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബിനോയ് ജോൺ. ഞാൻ എറണാകുളം സ്വദേശിയാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് മനസ്സ്, ശരീരം, ആത്മാവ്, ഹീലിംഗ് അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് എൻ്റെ പഠന വിഷയമായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പുറത്താട്ടെ. കാരണം നന്നേ ചെറുപ്പത്തിലെ തന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ഞാൻ എൻ്റെ പല കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒന്നും ഒരു സംഭവം ഇല്ലല്ലോ, അപ്പൊ നിനക്ക് മാത്രമുള്ളൂ എന്നൊരു ചോദ്യമാണ്. ഞാൻ സ്വയം ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞാനിത് കാണുന്നു? ഞാൻ കാണുന്നത് അതുപോലെ തന്നെ നടക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരും. അതായത് എന്റെ ജ്യേഷ്ഠന്റെ സൈക്കിൾ പഞ്ചറായിട്ടിരിക്കുന്നു എന്ന് കണ്ടാൽ അന്നത്തെ ദിവസം സൈക്കിൾ പഞ്ചറായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം. ഇനി അതല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് ഫാദർ, ഞാനൊരു 16 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അന്നത്തെ ദിവസം 5:30 മോർണിംഗിൽ ഒരു 5:30 ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം വലത്തോട്ട് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നവരുണ്ട്. അത് അന്ന് തന്നെ രാത്രി 8:30 സംഭവിച്ചു എന്നുള്ളതാണ്. ഇതെന്നെ പിടിച്ചു കുലുക്കിയ സംഭവം. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? പല പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ തന്നെ സ്വപ്നത്തിൽ വന്നത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ പോകാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കുന്നില്ല. അങ്ങനെ പഠനങ്ങൾ നടത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കോടികളിൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ കഴിവുകളൊക്കെ ഉള്ളത്. അതൊരു സൈക്കിക് എബിലിറ്റി ആണ് എന്ന് ഞാൻ പിന്നീട് പഠിച്ചപ്പോൾ മനസ്സിലായി. അതിനുവേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു, ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇപ്പോ പുനർജന്മത്തെ കുറിച്ചൊക്കെ ഇയാൻ സ്റ്റീവൻസന്റെ സ്റ്റഡീസ്, അതുപോലെ തന്നെ ബ്രയാൻ വൈസിന്റെ അനേക ജന്മം അനേക ആത്മാക്കളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, ഇതൊക്കെ തന്നെ പഠനവിധേയമാക്കിയപ്പോൾ നിംഹാൻസിൽ, ബാംഗ്ലൂർ നിംഹാൻസിൽ ഇയാൻ സ്റ്റീവൻസന്റെ 600-ലധികം ഫയൽസ് ഈ സ്റ്റഡീസ് നടത്തിയതുണ്ട്, സയന്റിഫിക് എവിഡൻസ് അടക്കം. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ ഇതെടുത്ത് പഠിക്കാറില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് ഒരു അപാര ജന്മമാണ്. ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഊർജ്ജ തലത്തിലാണ് നിലനിൽക്കുന്നത്. അവിടെയാണ് ഇതിന്റെ എല്ലാം ആധാരമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹീലിംഗ് അഥവാ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഹീലിംഗ് പവർ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പനി വന്നാൽ അത് താനെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞാൽ ആ എനർജി എക്സ്പെൽ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹീൽ ആവുകയാണ്. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഹീലിംഗ് പവർ ഉണ്ട്. എങ്കിൽ ഈ ഹീലിംഗ് പവർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അങ്ങനെ പ്രാണിക് ഹീലിംഗ്, റേക്കി, മഹാത്മാ ശംപാല എനർജി ഹീലിംഗ്, EFT, NLP, അത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റേതെല്ലാം ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ പ്രാണിക് ഹീലിംഗിലൊന്നും നമ്മൾ ഒരാളെ തൊടാതെ തന്നെ, സ്പർശിക്കാതെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ എങ്ങനെ? എങ്കിൽ മനുഷ്യൻ എന്താണ്? മനുഷ്യൻ, rather than human being, we are energy embedded spiritual beings. അതാണ് സത്യം. നമ്മളിലെല്ലാം കുടികൊള്ളുന്നത് ഊർജമാണ്. ഈ ഊർജത്തെ കുറിച്ചുള്ള പഠനമായി പിന്നീടല്ല. അപ്പോ എന്താണ് ഊർജം? നമ്മുടെ ശരീരത്തിലേക്കുന്ന ഊർജം എന്താണ്? വേദാദ്രി മഹർഷിയുടെ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റെ 24-ാമത്തെ വയസ്സിൽ കടന്നു വരുവാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആ 24-ാമത്തെ വയസ്സിൽ ഹയർ ലെവലിലുള്ള മെഡിറ്റേഷൻസ് ദീക്ഷയോട് കൂടി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം മനസ്സിന്റെ അനേക തലങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉപരിയായി നിലനിൽക്കുന്ന ഒരു 6ാമത്തെ ഇന്ദ്രിയം വരും. നമ്മളത് ഇംഗ്ലീഷുകാർ അതിന് 6th സെൻസ് എന്നൊക്കെ വിളിച്ചു. നൈറ്റ് ശ്യാമളന്റെ ഒരു മൂവി പോലും ഉണ്ട്, 6th സെൻസ് എന്ന് പറഞ്ഞു. 6ാം ഇന്ദ്രിയം എന്നാണ് മലയാളത്തിൽ പറയുക. ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന ഇംഗ്ലീഷുകാരൻ വിളിച്ച ആ കഴിവ്, അതീന്ദ്രിയ ബോധം എന്നാണ്.
എങ്കിൽ ഈ അതീന്ദ്രിയ ബോധം എങ്ങനെ നിലനിൽക്കുന്നു? മനുഷ്യന്റെ ശരീരം എന്താണ്? മനുഷ്യന്റെ ആത്മാവ് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഇതെല്ലാം പഠിക്കാനിട വന്നത്. അപ്പോൾ ഒരു സത്യം മനസ്സിലായി, എല്ലാം ഊർജമാണ്. ഊർജത്തിൽ നിബിഡമാണ് ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ മനുഷ്യൻ, എല്ലാ ചരാചരങ്ങളും എന്നുള്ള സത്യം. ഈശവാസ്യ ഉപനിഷത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആത്മാവിനെ കുറിച്ച് കൃത്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രണാളി അഥവാ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന വേർഡ് സംസ്കൃത വേദഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാരനാണോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ അല്ല. ഇന്നത്തെ ആളുകള് പുറംകണ്ണ് കൊണ്ട് കാണുമ്പോൾ അന്നുണ്ടായിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ഋഷി മുനി പരമ്പരയിൽപ്പെട്ട ആളുകൾ അവർ അകക്കണ്ണ് കൊണ്ടാണ് കണ്ടത്. അകക്കണ്ണ് കൊണ്ട് കാണണമെങ്കിൽ പുറംകണ്ണ് അടച്ചു വെക്കണം. നമ്മൾക്കുള്ളത് 5 ഇന്ദ്രിയങ്ങളാണ്. കാണാനും കേൾക്കാനും ഗന്ധമറിയാനും സ്പർശിക്കാനും രുചിക്കാനും ഒക്കെ ഉള്ള 5 കഴിവുകളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊട്ടിയടച്ചാൽ മാത്രമാണ് 6ാമത്തെ ഇന്ദ്രിയം അഥവാ 6th സെൻസ് ഓപ്പൺ ആകുകയുള്ളൂ. ഈ തത്വം നന്നേ ചെറുപ്പത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ധ്യാനമുറകൾ അഭ്യസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നല്ല ഗുരുക്കന്മാർ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവരെല്ലാം കൃത്യമായി നമ്മൾ നയിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാത്തിനും ആധാരം ഊർജമാണ് എന്നൊരു തത്വത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ പണം എന്താണ്? പണവും ഊർജമാണ്. എങ്കിൽ പണത്തെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ബയോ മാഗ്നറ്റിക്, ബയോ ഇലക്ട്രിക്, ബയോ പ്ലാസ്മിക് തലത്തിലുള്ള ഊർജം നിലകൊള്ളുന്നുണ്ട്. ഇനിയിപ്പോ ആധുനിക സയൻസ് തെളിയിച്ചു കഴിഞ്ഞുണ്ട്. ശരീരത്തിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തില് EG മെഷീൻ, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, അതുപോലെ തന്നെ ECG മെഷീൻ നമ്മുടെ ഹൃദയത്തിനെ മാപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഹൃദയത്തിന് പ്രശ്നമുള്ള ആളുകൾ ചെന്ന് ഉടനെ ഡോക്ടർ പറയും ഒരു ECG എടുത്ത് കളയാൻ പറയും. ECGയിൽ വരുന്നത് എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള രേഖകളാണ് വരുന്നത്. വിച്ച് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി അക്കോർഡിംഗ് ടു ഫിസിക്സ്. അപ്പോൾ ഇത് ഫ്രീക്വൻസി ആണെങ്കിൽ വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്? ഇനി നമ്മൾ ബ്രെയിനിനെ മാപ്പ് ചെയ്യണം. ഇപ്പൊ പോലീസുകാരൊക്കെ നുണ പരിശോധന ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ EG മെഷീനിലേക്ക് ബ്രെയിനിന്റെ പല ലോബ്സ് ഉണ്ട്. ഫ്രോണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, അങ്ങനെ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞിട്ട് പല ലോബുകളുണ്ട്. ഇതിനെല്ലാം ഓരോ ധർമ്മമാണുള്ളത്. അതിൽ ഡയോഡുകൾ ഫിറ്റ് ചെയ്തിട്ട് അതൊരു മോണിറ്ററിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ കൃത്യമായിട്ട് ബ്രെയിനിന്റെ ഫ്രീക്വൻസി നമുക്ക് ലഭിക്കും. നുണ പറയുമ്പോഴുള്ള ഫ്രീക്വൻസി എന്താണെന്ന് ഓൾറെഡി അവർക്ക് അറിയാം. അങ്ങനെയാണ് നുണയെ ഡിറ്റക്ട് ചെയ്യുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിലാണ് ഈ ഫ്രീക്വൻസി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. മനുഷ്യന്റെ തോട്ട് അഥവാ ചിന്ത, ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ഈ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം മനുഷ്യ ശരീരത്തിൽ ഊർജ്ജമുണ്ട്. അപ്പോൾ ബ്രെയിനിൽ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് ഫ്രീക്വൻസി ആയിട്ട് അത് കാണാൻ പറ്റുന്നത്. ഹൃദയത്തിൽ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് അതിന് ഫ്രീക്വൻസി ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. എങ്കിൽ ഈ ഊർജ്ജം എവിടെ നിന്ന് വന്നു? ഇപ്പൊ നമ്മളെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ഒക്കെ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. 24/7 നമ്മുടെ ശരീരത്തിലുള്ള ഹോമിയോസ്റ്റാറ്റിസ് പ്രോസസ്, അതുപോലെ തന്നെ ഡൈജഷൻ, ന്യൂറോ സിസ്റ്റം, എവറിത്തിങ് ഈസ് വർക്കിംഗ് വെരി വെൽ. ഏത് പവറിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ശക്തിയിലാണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിലൊരു ബാറ്ററി ഉണ്ടാവണമല്ലോ, അല്ലേ? ശരിയല്ലോ. അപ്പൊ ഈ ബാറ്ററി നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഊർജം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഊർജത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. ഈ ശരീരത്തിന്റെ ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അറിയുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയിലൂടെ ഓടുന്ന എനർജി മെറിഡിയൻസ് എന്ന് അക്യുപങ്ക്ചറിൽ വിളിക്കുന്ന ആ ചാനലുകളിലൂടെയാണ് ഊർജം പ്രവഹിക്കുന്നത്. എങ്കിൽ ഈ ഊർജത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തില് ഊർജ കേന്ദ്രങ്ങൾ 72,000-ലധികം നാഡികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാന ഊർജ കേന്ദ്രങ്ങളായിട്ട് പറയുന്നത് 7 ചക്രങ്ങളാണ്. താഴെ നിന്ന് മേലോട്ട് പറയുകയാണെങ്കിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഹൃദയഭാഗത്ത് വരുമ്പോൾ അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഈ 7 ചക്രങ്ങളാണ് പറയുന്നത്. ഈ 7 ചക്രങ്ങളുടെ പിറകിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അന്തസ്രാവി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്, അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്.
പഴയ മുനിവര്യന്മാർക്ക് അകക്കണ്ണുകൊണ്ട് ദർശിക്കാൻ കഴിഞ്ഞിരുന്നു ശരീരത്തിലെ ഈ ഊർജ്ജം പ്രവഹിക്കുന്ന ചാനലുകളെയും അതുപോലെ തന്നെ ഈ ഊർജ്ജ ചക്രങ്ങളെയും. അത് മാത്രമല്ല, വേദശാസ്ത്രങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യോഗശാസ്ത്രത്തിലും പറയുന്നുണ്ട്, മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തില് ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പാടാണ് അല്ലേ? മനുഷ്യ ശരീരത്തെ കുഴിച്ചിട്ടാൽ എന്താ സംഭവിക്കുന്നത്? മണ്ണോട് മണ്ണാവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മണ്ണുണ്ട്, പൃഥ്വിതത്വമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ജലാംശമുണ്ട്, നമ്മുടെ സലൈവ പോലും, ഉമിനീര് പോലും, മൂത്രം, രക്തം, ഇതിലെല്ലാം ജലാംശമാണ്. അപ്പോൾ നമ്മിൽ ജലതത്വമില്ല. പഞ്ചഭൂതങ്ങളുടെ തത്വങ്ങളാണ് ഇതെല്ലാം. ഇനി നമ്മുടെ ശരീരത്തിൽ അഗ്നിയുണ്ട്. അഗ്നി വരുന്നത് മണിപൂര ചക്രത്തിന്റെ ഭാഗത്താണ്. കാരണം ദഹനം നടക്കണമെങ്കിൽ ജഡരാഗ്നി വേണം, എങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന് ചൂടുണ്ട്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലോ ഈ ചൂട് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അഗ്നിതത്വം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുക. ഇനി അനാഗത ചക്രത്തിൽ വരുമ്പോൾ വായു, നമ്മുടെ ശ്വാസകോശം, ഹൃദയം ഒക്കെ ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. അനാഗത ചക്രം അവിടെ നിൽക്കുന്നത് വായുതത്വമാണ്. പിന്നെ വരുന്നത് വിശുദ്ധി ചക്രത്തില് ആകാശതത്വമാണ്. അത് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് അസെൻഡ് ചെയ്ത് പോകുന്ന ഊർജ വ്യവസ്ഥയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആജ്ഞാചക്രം, പിന്നെ സഹസ്രാര ചക്രം. ഇങ്ങനെ നമ്മളുടെ ശരീരത്തിലെ ഊർജ പോയിന്റുകളായിട്ടുള്ള, ഊർജ കേന്ദ്രങ്ങളായിട്ടുള്ള 7 ചക്രങ്ങളെയും പഞ്ചഭൂതങ്ങളെയും ഉണർത്താൻ സാധിച്ചാൽ മനുഷ്യന് അസാമാന്യമായ, അന്യരിൽ അസാധാരണമായ ഒരുപാട് കഴിവുകൾ, സിദ്ധികളൊക്കെ ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, ശരീരം പഞ്ചകോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. പഞ്ചകോശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓറയുടെ പല, നമ്മൾ ഓറ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ഓറ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ബയോമാഗ്നറ്റിക് തരംഗം കൊണ്ടുള്ള ഒരു വലയമുണ്ട്, ഒരു ലെയറുണ്ട്. ആ ലെയറിനെയാണ്, പല ലെയേഴ്സ് ഉണ്ട്, 5 ലെയേഴ്സ് ആണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മൾ കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ചുറ്റുമുള്ള ആ ഓറയെ കാണാൻ സാധിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ 6th സെൻസ് ഉണർന്ന ക്ലെയർ വോയിൻസ് ഉള്ള ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ ശരീരത്തിലെ ഊർജ വ്യവസ്ഥയെ കാണാൻ സാധിക്കും. അവിടെ 5 ഇന്ദ്രിയങ്ങളല്ല ഉപയോഗിക്കുന്നു, 6ാമത്തെ ഇന്ദ്രിയമാണ്. 6ാം ഇന്ദ്രിയം ഉണർന്ന ഒരു വ്യക്തിക്ക് ഇത് സാധ്യമാണ്. എന്നാൽ വളരെ അസാധാരണമായിട്ട് വ്യക്തികളിൽ ഇത് കാണാറുള്ളൂ മനുഷ്യരിൽ. കാരണം ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിക്കുന്നവര് പലപ്പോഴും others will feel like crazy. This fellow is crazy. They will feel like that. അപ്പോ കുറച്ച് വട്ടന്മാരാണെന്നൊക്കെ തോന്നും. കാരണം അവര് ലോജിക്കിന് അതീതമായിട്ടാണ് ചിന്തിക്കുന്നത്. ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ലോജിക്ക് മാത്രമേ ചിന്തിക്കൂ. റൈറ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ക്രിയേറ്റീവ് തോട്ട്സ് ഉള്ള ആൾക്കാരായി. അങ്ങനെയുള്ളവരാണ് ഇത്തരം പഠനങ്ങളിലേക്ക് കൂടുതൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ നടത്തുന്ന ആളുകളുടെ എണ്ണവും ഈ ലോകം തന്നെ മൊത്തം എടുത്താലും വളരെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ പഠനങ്ങൾ നടത്തിയ ആൾക്കാരുണ്ട്. വിദേശികൾ ഇതിൽ വളരെയധികം താല്പര്യമുള്ളതുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അപ്പൊ അവരവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരം നമ്മൾ മറന്ന് ജീവിക്കുന്ന അവസ്ഥയാണ്. പണ്ടൊക്കെ അജന്ത, തക്ഷശില പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ നിലനിന്നിരുന്നത് ഭാരത സംസ്കാരത്തിലാണ്. ഇന്നിപ്പോ നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട്. പക്ഷെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, എല്ലാ ജ്ഞാനവും വിജ്ഞാനവും നിലകൊള്ളുന്ന ഒരു ഭാരതീയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പണവും ഒരു ഊർജമാണ്, എല്ലാ വസ്തുക്കളും ഊർജമാണ്. അത് സയൻസ് തെളിയിച്ച കാര്യമാണ്. ഏതൊരു വസ്തുവും ഏറ്റവും ആന്തരികമായ തലത്തിൽ, സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ സ്പന്ദിക്കുന്ന തന്മാത്രകളാണ്, അണുക്കളാണ്. പരമാണു എന്ന പദം സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പണ്ടേ ഉണ്ട്. കണാദ മഹർഷിയാണ് ആദ്യമായിട്ട് കണികാ സിദ്ധാന്തം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷെ ഇംഗ്ലീഷുകാരുടെ പേരാണ് അറിയപ്പെടുന്നത്. കണാദ മുനിയാണ് കണികാ സിദ്ധാന്തം കൊണ്ടുപോകുന്നത്. അപ്പൊ പരമാണുവിനെ കാണാൻ പോലും അന്ന് ആന്തരിക തലത്തില് അന്തർജ്ഞാനം ലഭിച്ച ഹയർ ലെവൽ കോൺഷ്യസ്നെസ്സിൽ നിന്നിരുന്ന മുനിവര്യന്മാർക്കും മഹർഷിവര്യന്മാർക്കും സാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ.
ഇനി അടുത്ത ആൾക്കാരെ നമുക്ക് എടുക്കാം. ആരാണ് ആദ്യത്തെ സർജൻ? ശുശ്രൂതൻ, ചരകൻ. ഇവരൊക്കെ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ആൾക്കാരാണ്. എന്നാണ് ഹിപ്പോക്രാറ്റസ് വന്നത്? എന്നാണ് ആധുനിക സയൻസ് വന്നത്? അതിനു മുമ്പേ നമുക്കിവിടെ ആയുർവേദമുണ്ട്. മനുഷ്യ ശരീരത്തില് കഫപ്രകൃതിക്കാരുണ്ട്, പിത്തപ്രകൃതിക്കാരുണ്ട്, വാദപ്രകൃതിക്കാരുണ്ട്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗത്തിന് കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിലുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ഇതിനെല്ലാം ആധാരം ഊർജമാണ്. ഈശവാസി ഉപനിഷത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ചരാചരങ്ങളെല്ലാം ഒരു സാഗരമായിട്ട് കാണും. ഒരു സാഗരമായിട്ട് കാണും. ഞാനും നിങ്ങളും എല്ലാവരും ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും ഈ സാഗരത്തിലെ നുഴയുമ്പോൾ അതൊക്കെയാണെന്ന് കണ്ടാണ്. അപ്പൊ നമ്മളെവിടെയാണ്? സാഗരത്തിലാണ്. സാഗരം നമ്മിലാണ്. അപ്പോ യൂണിവേഴ്സ് ഇസ് വിത്തിൻ അസ് ആൻഡ് വി ആർ വിത്തിൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ നാം ഇരിക്കുന്നു, നാം പ്രപഞ്ചത്തിൽ ഇരിക്കുന്നു. ഈ തത്വത്തിലേക്ക് വരുന്ന ജ്ഞാനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചവുമായിട്ട് സംവദിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു സിങ്ക്രണോസിറ്റി, ഇപ്പോൾ ദീപക് ചോപ്രയുടെ ഒക്കെ പഠനം എടുത്തു കഴിഞ്ഞാൽ സിങ്ക്രണോസിറ്റി എന്ന് പറയുന്നത് തേടിയ വള്ളി കാലി ചുറ്റുക എന്നൊക്കെ പറയും. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് നമ്മളെ തേടി വരുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമ്മൾ ഊർജത്തെ മാറ്റാൻ പറ്റും. ഈ വ്യവസ്ഥകൾ നമ്മുടെ യോഗശാസ്ത്രവും ആധുനിക ശാസ്ത്രവും കമ്പൈൻഡ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലങ്ങൾ ലഭിക്കും. ഞാൻ കോവിഡ് കാലത്ത് തുടങ്ങി ഒരുപാട് പേര് പരീക്ഷിച്ചു നോക്കി, അവരെ വിജയിച്ചു കണ്ടു. അപ്പോൾ പണത്തെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ പണവും ഊർജമാണ്. അപ്പോൾ ഊർജമാണെങ്കിൽ ഊർജത്തെ ഊർജം കൊണ്ട് ആകർഷിക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഊർജമാണുള്ളത്, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോമാഗ്നറ്റിക് തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഇതിന്റെ എല്ലാം ആധാരം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് അദ്ദേഹത്തിലേക്ക് വരാത്തത്? അത് പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന്, ഒരു വ്യക്തി മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ജനിക്കുന്ന ഒരു ആത്മാവാണ് എന്നുള്ള സത്യമാണ്. ഈ ആത്മാവ് ഊർജ്ജരൂപത്തിലാണ്. അപ്പൊ ഈ ഊർജത്തെ അട്രാക്ട് ചെയ്യാൻ പറ്റും, ശരി. പക്ഷെ ഇതിന് തടസ്സമായി വിഘാതമായി വരുന്നത് അവര് പ്രപഞ്ച നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പ്രാപഞ്ചിക നിയമങ്ങൾ അഥവാ യൂണിവേഴ്സൽ ലോസ്. പ്രാപഞ്ചിക നിയമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെ പാരയായി മാറും. ഇപ്പൊ പ്രാപഞ്ചിക നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഇതിനെ മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല, ഒരിക്കലുമില്ല. എന്ന പോലെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന കർമ്മ നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ താവോയിസത്തില് ദ ഗോൾഡൻ റൂൾ ഓഫ് കർമ്മ എന്നാ പറയുന്നത്. ഇറ്റ്സ് എ ഗോൾഡൻ റൂൾ എന്നാ പറയുന്നത്. കർമ്മ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് തടസ്സങ്ങൾ വരാം. എന്താണ് കർമ്മ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. അത് പല മതങ്ങളും നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ഇപ്പൊ ബൈബിൾ എടുത്താലും ഖുർആൻ എടുത്താലും എല്ലാത്തിലും പറയുന്നുണ്ട്. വേദങ്ങൾ എടുത്താലും ഒക്കെ തന്നെ പറയുന്നുണ്ട് കർമ്മ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും നന്നായി ജീവിക്കണം, മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടുള്ളത് ചെയ്യണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, പറ്റുമെങ്കിൽ സഹായിക്കുക, കൊല്ലരുത്, ഉപദ്രവിക്കരുത്, അഹിംസാ സിദ്ധാന്തം ബുദ്ധമതത്തിൽ നിന്ന് വരും. ഇതെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഖുർആൻ എടുക്കുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ബൈബിൾ എടുക്കുകയാണെങ്കിൽ 10% ദശാംശം മാറ്റിവെച്ചിട്ട്, ഒരു 10% വരുമാനത്തിന്റെ മാറ്റിവെച്ചിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കാനാ പറയും. ദാനധർമ്മങ്ങൾ ആപത്തിനെ തടയും എന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പുരാണങ്ങൾ എടുത്താലും, ഇപ്പൊ മഹാഭാരതം എടുത്താലും, ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ എടുത്താലും, അതുപോലെ തന്നെ എന്തും ത്യജിക്കുന്ന, ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന കർണനുമൊക്കെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞ ഒരു വാക്യമാണ്. ഇറ്റ് ഈസ് ഇൻ ഗിവിങ് ദാറ്റ് യു റിസീവ്. നിങ്ങൾ കൊടുത്താലേ കിട്ടുകയുള്ളൂ. പണ്ടൊക്കെ കാരണന്മാര് പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു, മക്കളെ കൊടുത്താൽ ഏറിടുമെന്ന്. നമ്മൾ വിചാരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അല്ല, നമ്മൾ കൊടുക്കുന്നതിൽ ഒരു ഊർജ്ജമുണ്ട്, വാങ്ങിക്കുന്നതിലോ ഒരു ഊർജ്ജമുണ്ട്. ഒരു ഹീലർ എന്തുകൊണ്ടാണ് തിരിച്ച് ഒരു പണമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടോ എനർജി എക്സ്ചേഞ്ച് വാങ്ങുന്നത്? എനർജിയുടെ സൈക്കിൾ പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചാക്രിക പ്രവാഹമാണ്. ഇപ്പൊ പണം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയോ 500 രൂപയോ നമ്മുടെ കയ്യിൽ വന്നു. ഈ പണം നമ്മൾ കൊണ്ടുപോയിട്ട്
ഒരു പലചരക്ക് കടയിൽ കൊടുക്കുകയാണ്. ആ പലചരക്ക് കടക്കാരൻ അവിടെ നിന്ന് അങ്ങോട്ട് അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അങ്ങനെ മറിഞ്ഞ് 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 ഒരുപക്ഷെ ഈ പണം തന്നെ നമ്മുടെ കയ്യിൽ വരാം. പണം എന്ന് പറയുന്നത് ഒരു ചാക്രിക പ്രവാഹത്തിൽ പോകേണ്ട ഒന്നാണ്. അതിനെ തടഞ്ഞു നിർത്താൻ പാടില്ല. അതായത് ഹോൾഡ് ചെയ്യരുത്. കരിഞ്ചന്തയിൽ പൂഴ്ത്തി വെച്ചിട്ട് ചെയ്യുന്നത് കർമ്മ നിയമത്തിനെതിരാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന പണം അത് ഊർജ്ജമാണെന്ന് മനസ്സിലായല്ലോ. ഊർജ്ജത്തിന്റെ നിയമം അനുസരിച്ച് അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കർമ്മ നിയമത്തിനെതിരാണ് ആ പണം ഉണ്ടാക്കിയത്. ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മയ്ക്ക് എതിരെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പണി കിട്ടും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ആ. ഈ എനർജി ഫ്ലോനെ അല്ലെങ്കിൽ മണി ഫ്ലോനെ ആ. ലോ ഓഫ് കർമ്മ ആ. പ്രകാരം ആ. അയാളുടെ കർമ്മഫലം തടയുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അത് അവർക്ക് സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏത് വിധേനയാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പണം ഒരു ഊർജ്ജമാണല്ലോ. അതെ. കാരണം സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ ആറ്റങ്ങള്, കണികാ സിദ്ധാന്തം, ഇതൊക്കെ പറയുന്നത് സ്പന്ദിക്കുന്ന തന്മാത്രകളാണ്. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. ഇത് സയൻസ് തെളിയിച്ചതാണ്. എങ്കിൽ ഇതൊരു ഊർജ്ജമല്ലേ? ഏത് ശക്തിയാണ് ഇതിനെ ചലിപ്പിക്കുന്നത്? ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ചലിപ്പിക്കുന്ന ശക്തി ഏതാണ്? ആ ശക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സൂക്ഷ്മതലത്തിലാണ്, സ്ഥൂലതലത്തിലല്ല. സ്ഥൂലതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 500 രൂപയുടെ ഒരു നോട്ട് എടുത്താൽ 500 രൂപയുടെ നോട്ട് ഖരരൂപത്തിൽ നമുക്ക് കാണാം. അത് ഖരരൂപത്തിൽ. അതേസമയം അതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള അണുക്കൾ വരെ നമ്മൾ കാണും. അതിലും മൈക്രോ ലെവലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ്റം ലെവലിലാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ഊർജ്ജമല്ലേ? അപ്പോ മണി ഈസ് ആൻ എനർജി. പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്. ഊർജ്ജത്തെ ഊർജ്ജം കൊണ്ടാണ് അട്രാക്ട് ചെയ്യാൻ എളുപ്പം. വേറെ ഒന്നും കൊണ്ടും അട്രാക്ട് ചെയ്യാൻ എളുപ്പമല്ല. തത്തുല്യമായ ഊർജ്ജം നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ ക്രിയേറ്റ് ചെയ്താൽ ഇത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ അത് എന്ത് വിധേനയും പണം ഉണ്ടാക്കുകയാണെങ്കിൽ കഞ്ചാവും ചേർസും വിറ്റായാലും പണം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന പണം നിലനിൽക്കുന്നു തോന്നുന്നുണ്ട്. മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ പിടിക്കപ്പെടും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണ്. ഈ ഫിയർ ഫാക്ടർ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിൽ. സമാധാനമില്ലെങ്കിൽ ഈ എനർജി വ്യവസ്ഥ തെറ്റുകയാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി തെറ്റുകയാണ്. മസ്തിഷ്കത്തിന്റെ ആവൃത്തി തെറ്റുകയാണ്. അത് തെറ്റിക്കഴിയുമ്പോൾ അലൈൻമെന്റിലല്ല, യൂണിവേഴ്സുമായിട്ടുള്ള അലൈൻമെന്റ് പോയി, പ്രപഞ്ചവുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. പ്രപഞ്ചവുമായിട്ട് ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മൾ പ്യുവറായിട്ട് തന്നെ നിലനിൽക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, നല്ല വിചാരം മാത്രം പണമൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടാണ്. മാർഗങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണോ ഈ പല വലിയ കമ്പനികളും അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയ എല്ലാവരും ചാരിറ്റിയിൽ കൂടുതൽ? യെസ്, ബിൽ ഗേറ്റ്സിനെ പോലുള്ളവർ. അതുപോലെ തന്നെ നമ്മളെ മിഷൻ ഇമ്പോസിബിൾ അഭിനയിച്ച ആ നടനുണ്ട്, കീനു റീവ്സ്. ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. എത്ര കോടിക്കണക്കിന് പണമാണ് അദ്ദേഹത്തിന് വന്നത്. ആ പണം എല്ലാം അദ്ദേഹം ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു തത്വം മനസ്സിലാക്കിയവരാണ് അതിലേക്ക് കിടക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പണം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, ജീവിക്കുക, അത് മാത്രമേ ഉള്ളൂ. കാരണം അവർ ഈ തത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കും തിരുത്താം. അതാണ്. പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ എത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞാലും ഇത് കേൾക്കുന്ന ഒരാള് ലോ ഓഫ് കർമ്മ, കൊടുത്താൽ കിട്ടും, ഇതൊക്കെ വെറുതെ ഒരു പറയല് മാത്രമാണ്, എന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കാൻ മടിയാണ് പൊതുവെ, അല്ല അങ്ങനെയല്ല നമ്മൾ കണ്ടുവരുന്നത്. അതെ അതെ. അപ്പോ ആ കർമ്മത്തിനനുസരിച്ചുള്ളത് അനുഭവിച്ചേ മതിയാവും. കർമ്മ ഈസ് ലൈക്ക് എക്കോ എന്നാണ്. നമ്മളൊരു ബോൾ എടുത്തിട്ട് ആ ഭിത്തിയിലേക്ക് അടിച്ചത് തിരിച്ചു വരും. അത് ന്യൂട്ടന്റെ ലോ ആണ്. ഓരോ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്, ന്യൂട്ടന്റെ ലോ. എനർജി ലോ എങ്ങനെയെന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല, മൾട്ടിറ്റ്യൂഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരിക. 10 മടങ്ങായിട്ടായിരിക്കും. അതായത് നമ്മളൊരു മുട്ടുസൂചി എടുത്ത ഒരാളെ എറിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ ജാവലിനായിട്ടായിരിക്കും. ഈ തത്വം മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നമ്മളൊരു കുന്നിൻ ചെരുവിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുകയാണ്, നല്ല ഉച്ചത്തില്, നല്ല ശബ്ദത്തില്, അതേ വാക്കുകൾ തിരിച്ചു വരുന്ന കണ്ടിട്ടില്ലേ? ഇതാണ് പ്രകൃതിയുടെ നിയമം. ശബ്ദം ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മൾ യൂണിവേഴ്സിലേക്ക് വിടുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ മൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും, നല്ല കർമ്മങ്ങൾ ചെയ്താലും 10 മടങ്ങായിട്ട് വരും, ചീത്ത കർമ്മങ്ങൾ ചെയ്താലും അത് മൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ് വരുന്നത്, പല മടങ്ങായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ലോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുത്തൻ പിന്നെ അത് ചെയ്യാൻ പോവില്ല, നെഗറ്റീവായിട്ടുള്ള കർമ്മം ചെയ്യാൻ പോവില്ല. കാരണം നെഗറ്റീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന മണി നമ്മുടെ കയ്യിൽ വരും.
പക്ഷെ അതൊരു ഊർജ്ജമാണ്. ഊർജ്ജത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് പണം പ്രവർത്തിക്കുക. എങ്കിൽ അത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഊർജ്ജത്തിന്റെ നിയമത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് എന്തെങ്കിലും നശിച്ചു പോകും. ഉറപ്പാണ്. കാരണം കർമ്മം അനുഭവിച്ചേ അടങ്ങും. അപ്പൊ ഒരു മനുഷ്യന് ആത്മാവുണ്ട്. ആ ആത്മാവ് എന്ന് പറയുന്നത് ഊർജ്ജ രൂപത്തിലാണ്. അത് ബയോ ഇലക്ട്രിക് ആണ്, ബയോ പ്ലാസ്മിക് ആണ്, അതുപോലെ തന്നെ ബയോ ഇലക്ട്രിക്, ബയോ മാഗ്നറ്റിക് ആൻഡ് ബയോ പ്ലാസ്മിക് തലത്തിലാണ്. 3 തലത്തിലാണ് ആത്മാവിന്റെ ഊർജ്ജം നിലനിൽക്കുന്നത്. ബ്രയൻ വൈസിന്റെ സ്റ്റഡീസ്, ഇയാൻ സ്റ്റീവൻസിന്റെ സ്റ്റഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റീഇൻകാർണേഷനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുനർജന്മം. എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവ് പുനർജനിക്കുന്നു? ഇറ്റ്സ് ആൻ എനർജി. എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, മുൻ ജന്മത്തിലെ കർമ്മഫലം കൊണ്ട് ഈ ജന്മത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അത് മനസ്സിലാക്കാം. മുൻജന്മത്തിലെ കർമ്മം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. കാരണം ഈ എനർജി നശിപ്പിക്കപ്പെടുന്നില്ലല്ലോ. മരണശേഷം ആത്മാവ് ഒരു എനർജിയുടെ തലത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അത് വേറെ ശരീരം സ്വീകരിക്കും. ഈ മനുഷ്യജന്മം തരുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യജന്മം പുണ്യജന്മമായിട്ടാണ് പറയുന്നത്. ഈ ഒരു നല്ല മഹത്തായ ജന്മം കിട്ടിയിട്ട് ഇതുകൊണ്ട് നന്നായില്ലെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. ഈ സോൾ എന്താണോ പ്യുവർ ആവുന്നത് അതുവരെ ഇത് ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. ഇയാൻ സ്റ്റീവൻസന്റെ സ്റ്റഡീസ് നോക്കിയാൽ കാണാം. ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീ 4 വയസ്സ് വരെ മ്യൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 18ാമത്തെ വയസ്സിലായപ്പോ അവര് വേറെ സ്ഥലത്തെ കുറിച്ചും തന്റെ ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. അതനുസരിച്ചിട്ട് ഇയാൻ സ്റ്റീവൻസൺ പഠനങ്ങൾ നടത്തി ആ സ്ഥലത്ത് ചെന്നപ്പോ അവരുടെ പാസ്റ്റ് ലൈഫിൽ അവർക്ക് മക്കളുണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവരുടെ ഇളം മകനാണ് അവിടെ താമസിക്കുന്നത്. ആ തറവാട്ടിൽ ചെന്നത് ഇവർ പറഞ്ഞ എല്ലാം കൃത്യമാണ്. അതൊന്ന്. വേറൊന്ന് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ ഒരു ഡോക്ടറുടെ മകൻ, 4 വയസ്സുള്ള മകൻ പെട്ടെന്ന് ഫൈറ്റർ പ്ലെയിനുകളെ കുറിച്ച് സംസാരിക്കുക. അപ്പോ ഈ ഡോക്ടറിനറിയാം ഇയാൻ സ്റ്റീവൻസൺ ഇത്തരം കാര്യങ്ങൾ പഠനം നടത്തുന്ന ഒരാളാണ്. ഇത് പുനർജന്മമാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഇയാൻ സ്റ്റീവൻസൺ അവിടെ വരുത്തുക. ഇയാൻ സ്റ്റീവൻസൺ പഠനങ്ങൾ നടത്തി അവനെ ബ്രിട്ടീഷ് എയർഫോഴ്സിൽ പണ്ട് കാലത്ത് ബോംബിങ് വർഷിച്ചിരുന്ന ഒരു എയ്റോപ്ലെയിൻ കാണിച്ചു കൊടുത്തു ഈ കുട്ടിയെ. അവൻ കൃത്യമായിട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ട് ആ ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്ലെയിൻ കറക്റ്റായിട്ട് ഇന്ന ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് ബോംബിങ് നടത്തേണ്ടത്, എല്ലാം കൃത്യമായിട്ട് പറയുകയാണ് ഈ പയ്യൻ, ഈ കൊച്ചു പയ്യൻ. എങ്ങനെ സാധിച്ചു? ഇയാൻ സ്റ്റീവൻസന്റെ ഇതുപോലെ 600-ലധികം സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും പഠിക്കാത്തവരാണ് പുനർജന്മത്തെ കുറിച്ച് ചിന്തിക്കാത്തത്. പിന്നെ വേറൊരു ചോദ്യം വരാം. എന്തുകൊണ്ട് ചില വ്യക്തികൾക്ക് മാത്രം ഈ ജന്മത്തെ കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയുന്നു? അത് ഡിപ്പെൻസ്. കുറച്ച് അതീന്ദ്രിയമായ തലത്തിലൊക്കെ ചിന്തിക്കുന്നവര് വേറെ തലങ്ങളിലേക്ക് പോകുമ്പോൾ, ഡിമെൻഷൻസ് മാറുമ്പോൾ, തലങ്ങൾ മാറുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. അപ്പൊ പഴയ ജന്മം ഇൻവോക്ക് ആവും അവരുടെ ബ്രെയിനിൽ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് വരും. നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏതാണ് ഈ സെൽഫായിട്ട് അനലൈസ് ചെയ്ത് ഈ ഇന്റലക്ച്വൽ ലെവലിലേക്ക് മാറുന്ന ഒരു പ്രോസസ്? തീർച്ചയായിട്ടും വേദാദ്രി മഹർഷിയുടെ ഇൻട്രോസ്പെക്ഷൻ പ്രോസസ് ഉണ്ട്. ഇൻട്രോസ്പെക്ഷൻ പ്രോസസ്സിൽ നമ്മൾ സെൽഫ് റിയലൈസേഷനിലേക്കാണ് വരുന്നത്. നാം ആരാണ്, എന്താണ്, നാം എന്തിനിവിടെ വന്നു, എന്റെ കർമ്മമേഖല എന്താണ്. സോ വി ആർ ഫൈൻഡിങ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. ഡിഗിങ് ദ പർപ്പസ്. യെസ്. ആ പർപ്പസ് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു HR ഫീൽഡിലുള്ള ഒരാളായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജറായിട്ടാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. പക്ഷെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ അനുഭവം കൊണ്ട് ആ ജോലിയെല്ലാം രാജിവെച്ച് ഈ ഒരു തലത്തിലേക്ക് കടക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹം എനിക്ക് തോന്നാൻ കാരണം എൻ്റെ പാസ്റ്റ് ലൈഫിലുള്ള ആ ഒരു അനുഗ്രഹങ്ങളും അതെല്ലാം ഈ ജീവിതത്തിൽ ഓപ്പണായി വന്നുകൊണ്ടാണ്. എൻ്റെ ബ്രെയിനിൽ, എൻ്റെ മസ്തിഷ്കത്തിൽ അത് ഓപ്പണായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള തത്വങ്ങളുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ നടത്താം. പാസ്റ്റ് ലൈഫ് റീഗ്രഷനിലൂടെ ഒരാൾക്ക് പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന കർമ്മ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ പറ്റും. ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. അത് ഹിപ്നോസിന്റെ ഭാഗമാണ്. പക്ഷെ അതിലും കുറച്ചും കൂടി അതീന്ദ്രിയമായ തലത്തിലാണ് പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ വരുന്നത്. പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ ഒരു വ്യക്തിയെ 1-to-1 ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1930s പോയത്. ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ട്രാൻസിലേക്ക് പോയി 10 മിനിറ്റിനുള്ള ആള് ഒരു പട്ടാളത്തിലെ ബൂട്ടാണ് കാണുന്നത്. പിന്നെ മേലോട്ടാണ് കാണുന്നത്, ഒരു ക്യാമറ വെച്ച പോലെ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനാണ്.
6 അടി പൊക്കമുള്ള ഒരു പട്ടാളക്കാരൻ, ഒരു സിഖുകാരനാണ്. ഈ ജന്മത്തിൽ ഈ വ്യക്തിക്ക് 6 അടി ഉയരമുണ്ട്, ആ ജന്മത്തിൽ 6 അടി ഉയരമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. തന്റെ കാമുകിയെ കുറിച്ച് പറഞ്ഞു, മകനെ കുറിച്ച് വളരെ സംസാരിക്കുമ്പോൾ വളരെ വികാരിതനായിട്ട് കരയാൻ തുടങ്ങി. ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്, ചുമ്മാ പറയുന്നതല്ല. അപ്പോ നമുക്കൊരു ജന്മം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാം. അതല്ലെങ്കിൽ ആ തലത്തിലേക്കൊക്കെ ചിന്തിക്കുന്നത് വളരെ ക്രിയേറ്റീവ് കോഷ്യന്റ്, സ്പിരിച്വൽ കോഷ്യൻസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. അല്ലാത്തവർ ആ രീതിയിൽ ചിന്തിക്കാറില്ല, അവരെപ്പോഴും ലോജിക്കെ ചിന്തിക്കൂ. പക്ഷേ ഈ വെൽത്ത് ജനറേഷനുമായിട്ട് ഇപ്പോ ഇതിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയാണ് നമ്മളുടെ ലൈഫിലെ വെൽത്ത് വെൽക്കമിങ് ബ്ലോക്സ് ഉണ്ട്, ഇതിനെ നമുക്ക് അതിജീവിക്കണം, നമുക്ക് ഇതിനു വേണ്ടിയുള്ള കുറച്ച് പ്രാക്ടീസുകൾ ചെയ്യണം, പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പോസിബിൾ അല്ലല്ലോ? പോസിബിളാണ്. അതിനൊരു പ്രോസസ്സുണ്ട്. എന്താണ് ആ പ്രോസസ്? ആ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നെഗറ്റിവിറ്റി ആദ്യം കളയാന്നുള്ളതാണ്. ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം നമ്മളിലുള്ള ഗിൽറ്റ് ഫാക്ടർ, ഫിയർ ഫാക്ടർ, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ഇവയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് പോസിബിളാണ്. കാരണം അതിന് സാധാരണ മനുഷ്യർക്ക് പറ്റിയില്ലെങ്കിൽ അതിന് നമ്മൾക്ക് ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിക്കാം. ഇന്റർ ഹെമിസ്ഫിയർ സിൻക്രോണിക് മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ജയ്സൺകരൊക്കെ, അതുപോലെ തന്നെ ബൈന്യൂറൽ ബീറ്റ്സ് എന്ന് പറയുന്ന ബ്രെയിൻ എൻട്രെയിൻമെന്റ് ടെക്നിക്സ്, ഐസോക്രോണിക് മ്യൂസിക്, സോൾഫേജിയോ ഫ്രീക്വൻസീസ്, അങ്ങനെ ഒട്ടനവധി ഫ്രീക്വൻസീസ് ഉപയോഗിച്ചിട്ട് സൗണ്ട് തെറാപ്പിയിലൂടെ ഇത് മാറ്റിയെടുക്കാം. മനുഷ്യന് കേൾക്കുന്ന ശബ്ദം വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ഊർജത്തെ. അത് നമ്മുടെ മസ്തിഷ്കത്തിലെ തരംഗങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ തരംഗങ്ങളുടെ ദൈർഘ്യം കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ആൽഫാ തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അഫർമേഷൻ കൊടുക്കണം. ബോധ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന അഫർമേഷൻ ഒരിക്കലും സാധ്യമാവില്ല. ബീറ്റ ലെവലാണ് ബോധതലത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ആൽഫ ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ താഴത്തേക്ക് ബ്രെയിനിന്റെ ഫ്രീക്വൻസി താഴുക. ആൽഫയിൽ നിന്ന് വീണ്ടും താഴോട്ട് കിടന്നു കഴിഞ്ഞാൽ തീറ്റ ലെവലാണ്. തീറ്റ ലെവലിൽ നിന്ന് വീണ്ടും താഴേക്ക് പോയാൽ ഡെൽറ്റ ലെവലാണ്. ഡെൽറ്റ ലെവലിൽ ഇരുന്നൊരു സ്ത്രീ ഉണ്ട്, ബ്രഹ്മകുമാരി ദാദി ജാനകി. ദാദി ജാനകിയിൽ നാസ പഠനങ്ങൾ നടത്തി. അവർ സ്തബ്ധരായിപ്പോയി. ഇതൊരു സാധാരണ മനുഷ്യ സ്ത്രീ ആണോ എന്നവർക്ക് അത്ഭുതമാണ്. കാരണം അവരുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ മരിച്ച ആൾക്ക് തുല്യമാണ് അവരുടെ ബ്രെയിൻ ഇരിക്കുന്നത്. അതായത് സമാധി എന്ന് പറയുന്ന അവസ്ഥ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധിയിലേക്ക് എത്തും. ഡെൽറ്റ ലെവൽ, അതായത് ഒരു 0 to 4 സൈക്കിൾ പെർ സെക്കൻഡിലേക്ക് നമ്മുടെ ബ്രെയിനിന്റെ മിടിപ്പ് കുറയുകയാണ്. CPS, അതായത് സൈക്കിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ ബ്രെയിൻ മിടിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് ഏറ്റവും കുറച്ച് കൊണ്ടുവന്നേക്കാണ്, ഹൃദയവും എല്ലാം. യോഗ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്, ആസ്ട്രോണറ്റ്സ്. കാരണം ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പ്രാണായാമയുടെ അഡ്വാൻസ് ലെവൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാൽ ഭൂമിയിലെ അവസ്ഥയല്ല ബഹിരാവസ്ഥ എന്ന ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ നിലനിൽക്കാം. അപ്പോ ഈ ഡെൽറ്റ ലെവൽ വരെ എത്തിയവരാണ് യോഗി തലത്തിലെത്തുന്നത്. മനുഷ്യൻ ഈ ഡെൽറ്റ ലെവലിൽ പോയിട്ട് ആൽഫ ലെവൽ പോലും എത്തുന്നില്ല. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. അഫർമേഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു 7 to 14 സൈക്കിൾ പെർ സെക്കൻഡ്, അഥവാ ഒരു ആൽഫ തലത്തിലുള്ള തരംഗ ലെവലിലേക്ക്, തരംഗ ദൈർഘ്യത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ എത്തിക്കാം. അത് ശബ്ദബീജികളിലൂടെ സാധ്യമാവും. സൗണ്ട് തെറാപ്പി, അതുപോലെ തന്നെ നാദയോഗ, സ്വരയോഗ, ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൽ കൊണ്ട് നിലനിന്നിരുന്നു. അതിന്റെ ആധുനിക വേർഷനാണ് ഞാനിപ്പോ പറഞ്ഞ ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് കോൺഷ്യസ്നെസ് അവരിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഓരോന്നും 21 ദിവസം വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ തലത്തിലേക്ക് നമ്മളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന തലമാണ്. നാലാമത് ഹൗ ടു റിസീവ്. വി ഹാവ് ടു അലോ അവർ സെൽഫ് ടു റിസീവ് ഓൾ ദ മാനിഫെസ്റ്റേഷൻ. നമ്മൾ സ്വയം അലോ ചെയ്യണം, സ്വയം അനുവദിക്കണം. അതിനും നമ്മളെ മനസ്സിനെ പക്വമാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദ സീക്രട്ടിലൊക്കെ പറഞ്ഞ് ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞു. പക്ഷെ റിസീവിങ് ഈസ് നോട്ട് ദാറ്റ് ഈസി. നമ്മള് തയ്യാറായിട്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു വ്യക്തിക്ക് കോടീശ്വരനാണ്, GST കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് 1 കോടി കയ്യിൽ വരും. കാരണം അവര് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും കർമ്മ നിയമം അനുസരിച്ചും നമുക്ക് കിട്ടുന്ന പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്ന ടാക്സിലൂടെയാണ് ഗവൺമെന്റ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. പൊതുമരാമത്ത് പണികളും റോഡുകളും
ബ്രിഡ്ജുകളും ഒക്കെ പണിത് തരുന്നത് അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഈ പണം സർക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൊസൈറ്റിയിലേക്ക് തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. പണം എന്ന് പറയുന്ന എനർജി ആയതുകൊണ്ട് ഒരു ചാക്രിക പ്രവാഹത്തിലാണ് നിലനിൽക്കുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്താൽ അത് വളരാനൊന്നും പോകുന്നില്ല. ഓക്കെ, പലരും ശ്രമിക്കുന്ന പക്ഷെ അതാണ് അല്ലേ? പലരും ശ്രമിക്കുന്നത് അതാണ്. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിപ്പോ കിട്ടുന്ന വിചാരം. പക്ഷെ എനർജിയാണ്, അത് തിരിച്ചു വരും. അതാണ് പണ്ടുള്ള ആളുകൾ പറയും പണം വരും പോവും, ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും. കാരണം ഇതൊരു ഊർജം, വരും പോവും, വീണ്ടും വരും. മനസ്സിലായോ? പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവർ വരും, വിശ്വസിക്കാത്തവന് വരും. അതാണ് വട്ടപൂജ്യത്തിൽ എത്തിയിട്ട് അവിടുന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന എത്രയോ ആളുകളാണ്. എങ്ങനെ സാധിച്ചു? അവർ കയ്യിൽ 5 പൈസ ഇല്ല, 5 പൈസ ഉണ്ടാവില്ല. പക്ഷെ സാഹചര്യങ്ങളും ഒക്കെ അവരെ തേടി വരിക. ഒന്നുകിൽ ഒരു വ്യക്തി അവർ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നു. നിങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ ഞാൻ ഫണ്ട് ചെയ്യാൻ പോവാ. ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ വന്ന ഗതി മാറി. അപ്പൊ ആ സാഹചര്യങ്ങൾ, കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും പണം കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതെ. പക്ഷെ ഇതിനെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇതുപോലും വരില്ല ജീവിതത്തിലേക്ക്. അതായത് അബണ്ടൻസ് റിസീവ് ചെയ്യാൻ നമ്മൾ നമ്മളെ പാകപ്പെടുത്തണം. യെസ്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ആൾക്കാരെ അല്ലെങ്കിൽ ക്യാഷും അല്ലെങ്കിൽ വെൽത്തിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതെ. പണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 500-ന്റെ നോട്ടോ അല്ലെങ്കിൽ 100-ന്റെ നോട്ടോ ആയിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഇതൊരു ഊർജ്ജമായിട്ട് കാണുമ്പോൾ വളരെ ഈസിയാണ്. ഊർജ്ജമായിട്ട് കണ്ടാൽ അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മിൽ ഊർജ്ജമുണ്ട്. ഊർജ്ജം കൊണ്ട് അട്രാക്ട് ചെയ്യാം, ആകർഷിച്ചെടുക്കാം. അപ്പൊ അതിന് തത്തുല്യമായ ഊർജ്ജം നമ്മിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇത് പോസിബിൾ ആണ്. അതിന് നമ്മുടെ ബ്രെയിനിന്റെ തരംഗങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ഊർജ്ജം മാറ്റിയെടുക്കാം. ആ പ്രക്രിയയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതാണ് സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി. യെസ്, സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. കാരണം സ്പിരിച്വലി നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന പണം അതെന്നും നിലനിൽക്കും, അല്ലാത്തത് നശിച്ചു പോകും. കാരണം എനർജിയുടെ നിയമം അനുസരിച്ച് അത് നശിച്ചു പോകും. യൂണിവേഴ്സിന്റെ നിയമം അനുസരിച്ച് അത് നശിപ്പിക്കപ്പെടും. അത് ഉറപ്പാണ്. അടുത്ത തലമുറയ്ക്ക് പാറ്റേൺ കൈമാറാൻ ചിലപ്പോൾ കാണില്ല, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോഴേക്കും അവന്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മകനോ മകൾക്കോ കൊടുത്തു കഴിയുമ്പോഴേക്കും അതോടുകൂടി അത് നശിച്ചു പോകും. പണ്ട് മുടിഞ്ഞു പോയ തറവാടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ട്. കൊടുത്തവർ നിലനിന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അന്നത്തിന് എങ്കിലും മുട്ടില്ലാതെ ജീവിച്ചു പോയിട്ടുണ്ട്. അതേസമയം കൊടുക്കാതെ ഹോടി ചെയ്ത് വെച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് കയറും. അതുപോലെ തന്നെ തറവാട് മുച്ചൂടിൽ നിന്ന് പോവുക എന്നൊക്കെയുള്ള അനുഭവം കണ്ടിട്ടില്ലേ? അതിപ്രകാരം സംഭവിക്കുന്നതാണ്. കർമ്മം അനുഭവിക്കുന്നതാണ്. കർമ്മം നമ്മൾ എന്ത് ചെയ്താലും അനുഭവിക്കും. നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്ത ചെയ്താൽ ചീത്ത വരും. അത് ഉറപ്പാണ്. അതിൽ നിന്ന് ആർക്കും വിമോചനമില്ല. ഇത് കേൾക്കുന്ന, ഇത് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തുള്ള ഒരാൾക്ക് പോലും അതിൽ നിന്ന് വിമോചനമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏറ്റവും സൂപ്പർസീഡ് ചെയ്ത് നിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് കർമ്മ നിയമമാണ്. അതിനെ നിയന്ത്രിച്ചാലും നമുക്കിത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ഇത് എത്ര ദിവസത്തെ പ്രോഗ്രാമാണ്? ഇത് 10 ദിവസം നമ്മൾ ക്ലാസ് കൊടുക്കും. അവര് അത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് 84 ദിവസമാണ്. ഓൾ ടുഗദർ നമ്മളൊരു 90 days എന്ന് പറയും. പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം കൃത്യമായിട്ട്. ഓരോ 21 ദിവസവും അവരുടെ ബ്രെയിനിന് ശരിക്കും അവരുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി നിയന്ത്രിക്കാനുള്ള ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് കൊടുക്കുന്നതായിരിക്കും. അത് അവർ കേട്ടുകൊണ്ട് ചെയ്യേണ്ട മെഡിറ്റേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മണി വിൽക്കാം. എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഓൺലൈൻ പ്രോഗ്രാം ആണ്. ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് നടത്താൻ പറ്റും. ഓൺലൈനിലാകുമ്പോൾ നമ്മൾ 10 ദിവസം കൊണ്ടായിരിക്കും എടുക്കുക. പിന്നെ 90 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. കാരണം ആളുകൾ വിചാരിക്കും ഇത്രയധികം ദിവസമൊക്കെ ഇതിന് പ്രോസസ് ഉണ്ടോ. കാരണം നമ്മള് ഇത്രയും ഒരുപാട് ജന്മങ്ങളിൽ നിന്നും കൊണ്ടുപോകുന്ന എനർജി അത് അവിടെ കിടക്കും. പിന്നെ ഈ ജന്മത്തിൽ, അതായത് ഇപ്പോ യോഗയുടെ ഭാഷയില്, യോഗശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സഞ്ചിത കർമ്മം പഴയ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നു, പ്രാരാബ്ധ കർമ്മം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ആഗാമ്യ കർമ്മവും കിടക്കുകയാണ്. ഈ കർമ്മങ്ങളെയൊക്കെ നേരെയാക്കി കൊണ്ടുവരാനായിട്ടുള്ള അവസരം നമുക്ക് ഈ ഒരു മനുഷ്യ ജന്മത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ മനുഷ്യ ജന്മത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ, കർമ്മനിയമങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ദ എൻറ്റയർ എനർജി വിൽ ചേഞ്ച്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സാധ്യമാണ്. അവർക്ക് പൂർണ്ണ ബോധ്യം വരണം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ചെയ്യണം. അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലോ വരാൻ തുടങ്ങും.
കാരണം പ്രപഞ്ചത്തിന്റെ തലത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിരിക്കുന്ന ഈ സ്ഥലം ഗൂഗിൾ മാപ്പിന്റെ തലത്തിൽ ഒന്ന് നോക്കി എങ്ങനെ ഇരിക്കും? ഇതല്ല, വേറെ തലമാണ്. ഗൂഗിൾ മാപ്പിന്റെ തലത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു പൊട്ട് പോലെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ നിന്ന് നോക്കിയപ്പോഴാണല്ലോ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലായത്. വേറൊരു ഗ്രഹത്തിൽ നിന്ന് നോക്കണം. അപ്പൊ പഴയ മുനിമാര് ഇത് എങ്ങനെ മനസ്സിലാക്കി ഭൂമി ഉരുണ്ടതാണ്? സംസ്കൃത ശ്ലോകങ്ങളില് ഗോളാകൃതിയിലുള്ള ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതാണ് അവര് പോയ തലം എന്ന് പറയുന്നത് ഡിമെൻഷൻ. നമ്മൾ ഓരോ തലങ്ങളും ഉണ്ടല്ലോ, ആ ഡിമെൻഷൻസ് വേറെയാണ്. നമ്മൾ ഈ ഡിമെൻഷൻസിനെ മാറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മിലേക്ക് അട്രാക്റ്റീവ് പവർ കൊണ്ടുവരാൻ പറ്റും. യൂണിവേഴ്സുമായിട്ട് നമുക്ക് സംവദിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അല്ലാതെ നമ്മൾ കുറെ തിയറി പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ഹിപ്നോസിസ് മെഡിറ്റേഷൻ കൊണ്ടോ ഇത് സാധ്യമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് മാറേണ്ടത് നമ്മുടെ ഊർജമാണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, മനുഷ്യനും ചരാചരങ്ങളും എല്ലാം ഊർജമാണ്. അപ്പൊ ഊർജത്തെ ഊർജം കൊണ്ട് മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ ഊർജത്തെ നിയന്ത്രിക്കാനുള്ള സകല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ പഞ്ചഭൂത, അതുപോലെ തന്നെ പഞ്ചഭൂത തത്വങ്ങള്, അതുപോലെ തന്നെ പഞ്ചകോശ തത്വങ്ങള്, പിന്നെ ഷഡാധാര ചക്രങ്ങള്, ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ എനർജിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമാണ്. ശരിക്കും ഒരു മണി മാഗ്നറ്റ് ആകാൻ സാധിക്കും. യെസ്, നമ്മള് പണത്തെ ആകർഷിക്കുന്ന ഒരാളായി മാറാൻ ഏത് വ്യക്തിക്കും സാധിക്കും. പ്രൊവൈഡ് ദേ ഷുഡ് ഫോളോ ദിസ്. അത് തുടർച്ചയായിട്ട് ചെയ്യണം. പലരും അബദ്ധം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തുടങ്ങുമ്പോഴേക്കും പരിപാടിയെല്ലാം നിർത്തിവെക്കും. ഇതൊരു പ്രോസസ്സാണ്. കാരണം നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം ഒരു 21 days വേണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം 21 ദിവസം ഫോളോ ചെയ്ത് 21 × 4 84 ദിവസം അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ചക്രാധ്യാനം തന്നെ ചെയ്യുന്ന വ്യക്തികൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ എന്റെ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ഊർജ്ജതലം മാറുകയാണ്. ആ ഊർജം കൊണ്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അവരിൽ ഹീലിംഗ് പവർ ഉണ്ടാവും. അവരുടെ ഓറ എക്സ്പാൻഡ് ചെയ്യും. സാധാരണ മനുഷ്യരുടെ ആത്മാവ് പോരുന്ന നിൽക്കുന്ന തലത്തിലായിരിക്കില്ല അവരുടെ ആത്മാവ് പോകുന്നത്. ട്രാൻസെൻഡന്റ് ലെവലിലായിരിക്കും. അപ്പൊ അതിനാണല്ലോ പലരും ഈ മെഡിറ്റേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പൊ വേദാദ്രി മഹർഷിയുടെ രീതിയുണ്ട്. അതുപോലെ തന്നെ TM ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ മഹർഷി മഹേഷ് യോഗി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ പല പല ധ്യാനമുറകൾ. ഏതാണോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് അതൊന്നെടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് എല്ലാ മാസമാണ് ഒരു ബാച്ച്. അതെ അതെ അതെ. എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്? അവര് എത്രയാണോ ഇതിന്റെ ഫീസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ആ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതായിരിക്കും. പെയ്ഡ് ഗ്രൂപ്പിലേക്ക്. ആ പെയ്ഡ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് പിന്നീട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ? എന്ന് വെച്ചാൽ ഏത് ആസ്പെക്ട് ആണ് അല്ല, ഈ ഇപ്പൊ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്നാൽ അവര് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഘടകം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. വെൽത്ത് മാസ്റ്ററി ആഗ്രഹിക്കുന്ന ആൾക്കാർ പണം കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോ ഏറ്റവും ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറെ തിയറി പഠിക്കുന്നതുകൊണ്ടോ കുറെ ബുക്ക് വായിക്കുന്നതുകൊണ്ടല്ല അത് നടക്കുന്നത്. വെറുതെ ഒരു ഹിപ്നോസിസ് മെഡിറ്റേഷൻ നടത്തിയോണ്ടും ഇത് സാധ്യമാണോന്നില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും. ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീക്വൻസി മ്യൂസിക്കും കിട്ടാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കംപ്രസ്ഡ് വേർഷനാണ് അവിടെ കിട്ടുക. ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാണ് അവർ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എത്ര വലിയ ഫയലാണെങ്കിലും അവരത് ചെറുതാക്കും. അപ്പൊ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത്, ആ സൗണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 320 kbps എങ്കിൽ MP3, അതല്ലെങ്കിൽ വേവ് ഫോർമാറ്റിലായിരിക്കും. അതായത് പഴയ ഓഡിയോ CD-യുടെ ഫോർമാറ്റിലായിരിക്കണം. ഡോട്ട് വേവ് ഫയലായിരിക്കണം. ഇത് രണ്ടും അല്ലാതെ ഇതിൽ എഫക്റ്റ് ഉണ്ടാവില്ല. ആളുകൾ പലരും യൂട്യൂബിൽ കണ്ടിട്ട് ചക്രാധ്യാനം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം അവസാനം അബദ്ധധാരണകളിലേക്ക് എത്തിക്കുകയും അവരെ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നവർ എൻ്റെ അടുത്ത് വരാറുണ്ട് ഹീലിങ്ങിനൊക്കെ. ചക്രാധ്യാനം, അതുപോലെ തന്നെ വെറുതെ ചെയ്യുന്ന കുറെ മെഡിറ്റേഷനുകൾ, ഇതെല്ലാം ആവശ്യത്തിലേറെ ദോഷം ചെയ്യുന്നതുമുണ്ട്. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പലർക്ക് പല രീതിയിലുള്ള മെഡിറ്റേഷൻ കൊടുത്തു നോക്കി. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോ മെഡിറ്റേഷൻ മസ്റ്റ് ആണ്.
മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നമ്മൾക്ക് ആറാമത്തെ ഇന്ദ്രിയത്തെ ഉണർത്താൻ കഴിയുള്ളൂ. ഇനി ആറാമത്തെ ഇന്ദ്രിയം ഉണരുമ്പോഴാണ്, ആജ്ഞാചക്രം ഉണരുമ്പോഴാണ് തേർഡ് ഐ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തേർഡ് ഐ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സുമായിട്ട് സംവദിക്കാൻ പറ്റും. പക്ഷെ എത്ര പേർക്ക് ഇത് ആക്ടിവേറ്റ് ആവും? വെറുതെ ഒരാൾ ടച്ച് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ആവില്ല. ആ വ്യക്തി ഇപ്പൊ ദീക്ഷ, ഇപ്പോ കുണ്ടലിനി യോഗ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. അത് നല്ലൊരു മാസ്റ്ററിൽ നിന്ന് പഠിക്കണം. വളരെ വർഷങ്ങൾ ഇത് ചെയ്ത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാക്കിയ ഒരാളിൽ നിന്ന് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദീക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു മാസ്റ്റർ, യഥാർത്ഥത്തിലുള്ള ഒരു ഗുരു നല്ല ശിഷ്യനെ നോക്കി തെരഞ്ഞെടുത്ത് ആ ശിഷ്യന് മാത്രം കൊടുക്കേണ്ട ഒരു ദീക്ഷയാണ് ശരിയായ ദീക്ഷ എന്ന് പറയുന്നത്. ശിഷ്യനും യോഗ്യനായിരിക്കണം. തേർഡ് ഐ എന്ന് പറയുന്ന ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ദോഷത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? മഹിഷാസുരന്റെ ഒരു കഥയുണ്ട്. മഹാദേവനെ പ്രസാദിപ്പിച്ചു തപസ് ചെയ്തിട്ട്. ആരെ തൊട്ടാലും ഭസ്മമായി പോകണം എന്നുള്ളതാണ് വരം കിട്ടേണ്ടത്. തഥാസ്തു എന്ന് പറഞ്ഞു മഹാദേവൻ. ഉടനെ തന്നെ നിന്റെ തലയ്ക്ക് ഞാൻ തൊടാന്ന് പറഞ്ഞിട്ട് മഹാദേവന്റെ പുറകോടി. അതായത് ഈ കഴിവ് കൊടുത്ത ഭഗവാനെ തന്നെ നശിപ്പിക്കുന്ന തലത്തിലേക്ക് പോകുന്ന ആസുരികമായ മനോഭാവമുള്ളവർക്ക് ഈ കഴിവ് കൊടുക്കാൻ പാടില്ല എന്നാണ് ശരി. അപ്പൊ ഇത് ശരിക്കും എല്ലാവർക്കും കൊടുക്കേണ്ടതൊന്നല്ല. പണ്ടൊക്കെ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ഒരു ഗുരു ശിഷ്യനെ കൃത്യമായി മനസ്സിലാക്കി അവൻ യോഗ്യനാണ്, ഇവനത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്തിരുന്ന ഒരു കഴിവാണ്. അതുകൊണ്ടാണ് അത് കൂടെ ശാസ്ത്രവിദ്യയാക്കിയത്. പക്ഷെ ഇന്നൊക്കെ ഞാൻ കാണുമ്പോൾ എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആളുകൾ. അത് വളരെ തെറ്റായ നടപടിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോ അത് ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് കിട്ടിയ, ഒരു തീവ്രവാദിക്ക് കിട്ടിയാൽ ഈ തേർഡ് ഐ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യും. അതേസമയം ഒരു നല്ല മനുഷ്യന് കിട്ടിയാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തോന്നും. ഇപ്പൊ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് കിട്ടിയാൽ എന്ത് ചെയ്യും? വശീകരണത്തിന് ഉപയോഗിക്കും. അപ്പൊ അതൊക്കെ ഓരോരുത്തരും, അത് ആണായാലും ശരി പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ശരി, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. ഒരു കത്തി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഒരു സർജറി ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാം. ഇത് ആരുടെ കയ്യിൽ കിട്ടുന്നു, അവന്റെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വേലകളിലൊക്കെ ചെന്ന് പെടാതിരിക്കുക. കാരണം അതൊക്കെ തന്നെ നമുക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമാണ്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ ഡോക്ടർ ജേസൺ ഗ്രഗ്, ഡോക്ടർ സ്റ്റീവ് ജി ജോൺസ്, അതുപോലെ തന്നെ കെൻ ഹോണ്ട, ടി ഹാർവെക്കർ, അങ്ങനെ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ഒരു 10-200-ലധികം ട്രെയിനേഴ്സിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്റെ ലൈഫിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഫലപ്രദമായത് എന്തോ അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതാണ് ഈ പ്രോഗ്രാമിന്. യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് നമ്മുടെ ഒരു സ്പിരിച്വൽ വെൽബീയിങ്, അതുപോലെ നമുക്ക് എങ്ങനെ ലൈഫിൽ സമ്പൽ സമൃദ്ധി അട്രാക്ട് ചെയ്യാം, അതിനെന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം, ബിനോയ് ജോൺ സർ ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലെ ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് ട്രൈ ചെയ്യുക. പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം, സംസാരിക്കാം, അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമൃദ്ധി വരട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.